കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസം തോറും ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പോകുന്നവരും യാത്ര ചെയ്യുന്നവരും അങ്ങനെ നിരവധി പേർ ചൂടിനെ അകറ്റാൻ കുപ്പിവെള്ളം വാങ്ങിക്കുടിക്കുന്നത് പതിവാണ്. എന്നാൽ നമ്മൾ കാശ് മുടക്കി വാങ്ങുന്ന വെള്ളം ശുദ്ധമാണോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. വേനൽ ശക്തമായതോടെ കുപ്പിവെള്ള ലോബിക്ക് ചാകരയാണ്. ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചതോടെ കുപ്പിവെള്ളം കുടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഗുണനിലവാര പരിശോധന പേരിന് മാത്രമായതോടെ കുപ്പിവെള്ള ലോബിക്ക് നേട്ടമായി. സംസ്ഥാനത്ത് 250-ൽ പരം കുപ്പിവെള്ള ഉൽപാദന യൂണിറ്റുകളുണ്ട്. പൂർണ്ണതോതിൽ ഉൽപാദനം 110 യൂണിറ്റുകൾ മാത്രമായിരുന്നു. പ്രവർത്തനം നിലച്ച യൂണിറ്റുകളും വേനൽ ശക്തമായതോടെ സജീവമായി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിന്റെ പരിശോധനയില്ലാത്തതിനാൽ അശുദ്ധജലം വിതരണം ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിയാതെയായി. പോളിയെത്തലിൻ ടെറഫ്താലൈറ്റ് വിഭാഗത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് സാധാരണ കുപ്പികൾ നിർമ്മിക്കുന്നത്. കുപ്പിവെള്ളം വെയിലത്ത് വെക്കുമ്പോൾ ചൂടായി പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞിറങ്ങും. വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതര രോഗങ്ങൾക്ക് വഴിയൊരുക്കും. കുപ്പിയുടെ പുറത്ത് പോളിയെത്തലിൻ ഉപയോഗിച്ചുള്ള ലേബൽ പതിക്കാൻ ഉപയോഗിക്കുന്ന പശയും വില്ലനാണ്. ചൂടാകുമ്പോൾ പശയും നേരിയ തോതിൽ വെള്ളത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം സൂര്യപ്രകാശമേൽക്കുന്ന രീതിയിൽ കടകളിൽ തൂക്കിയിടുകയോ വിതരണം നടത്തുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യരുത്. കടുത്ത ചൂടേറ്റ് കുപ്പിയിലുണ്ടാകുന്ന രാസമാറ്റം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തുറന്ന വാഹനങ്ങളിൽ കുപ്പിവെള്ളം വിതരണത്തിനായി കൊണ്ടുപോകരുത്. കുപ്പിവെള്ളം തുറസായ സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ വെയിലേൽക്കരുത്. വെയിലത്ത് പാർക്ക് ചെയ്ത കാറുകളിൽ കുപ്പിവെള്ളം സൂക്ഷിക്കാൻ പാടില്ല. ISI മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സ്റ്റീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പുവരുത്തണം. വലിയ ക്യാനുകളിൽ വരുന്ന കുടിവെള്ളത്തിനും സീലുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വേനൽക്കാലത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് വിൽക്കുന്ന കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. എല്ലാ ജില്ലകളിലും പ്രത്യേകം സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന. അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്.